ഹായ് നമസ്കാരം, വെൽക്കം ടു Rightclicks. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ വസ്തുനികുതി ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാം എന്നതിനെക്കുറിച്ചാണ്. മുമ്പ് ഇതേ സബ്ജക്റ്റിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം 4 ലക്ഷം ആളുകൾ കാണുകയും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമ്മൾ ചെയ്തപ്പോഴുള്ള വെബ്സൈറ്റ് അല്ല ഇപ്പോൾ ഉള്ളത്. അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ ഓൺലൈനായിട്ട് ടാക്സ് അടയ്ക്കേണ്ടത്. എന്നാൽ ആ വെബ്സൈറ്റിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പിയറൻസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ അവിടെ നിലനിൽക്കെ തന്നെ മറ്റൊരു വീഡിയോ ആ സെയിം സബ്ജക്റ്റിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ വസ്തുനികുതി, നമ്മളുടെ ഭൂനികുതി ഓൺലൈനായിട്ട് പേ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. revenue.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോഗിൻ ഐ ഡി, അതായത് നമ്മുടെ മൊബൈൽ നമ്പറാണ് ലോഗിൻ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം അതിന് താഴെ കാണുന്ന ഒരു കോഡ്, ക്യാപ്ച കോഡ് കൂടി ഉണ്ടാവും. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് പേയ്മെൻറ്റ്സ് എന്നതിൽ ലാൻഡ് ടാക്സ് എന്ന് കാണാം. അതിനകത്ത് നമ്മളുടെ ലാൻഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തവണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടയ്ക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, അതുപോലെ തന്നെ ബ്ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഭൂമിയുടെ തണ്ടപ്പേർ നമ്പർ, മുമ്പ് കരമടച്ച രസീതിൽ നിന്ന് അല്ലെങ്കിൽ ആധാരത്തിൽ നിന്നൊക്കെ നോക്കി തണ്ടപ്പേർ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തണ്ടപ്പേർ സബ് ഉണ്ടെങ്കിൽ മാത്രം അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലാൻഡ് ഡീറ്റെയിൽസ് എന്ന സ്ഥലത്ത് സർവേ നമ്പർ ചോദിക്കുന്നുണ്ടാവും. ആ സർവേ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സർവേ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ അക്കം ആദ്യത്തെ കോളത്തിലും പിന്നീട് സ്ലാഷിന് ശേഷം വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് സർവേ സബ് എന്നതിലുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് 1/5T എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 ആദ്യത്തെ കള്ളിയിലും ബാക്കിയുള്ളത് രണ്ടാമത്തെ കള്ളിയിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും, ഭൂമിയുടെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ ആഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. ഭൂമിയുടെ അളവ്, ടൈപ്പ് ഇതെല്ലാം അവിടെ കാണിക്കും. അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് നമ്മുടെ സ്വന്തം, അതായത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ, അതായത് ഈ യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ പേരിലാണ്. ഇപ്പോൾ എൻ്റെ ലാൻഡ് ആണെങ്കിൽ ഞാൻ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ആരുടെ പേരിലാണ് കരമടയ്ക്കേണ്ടത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ലാൻഡ് ആണെങ്കിൽ അവിടെ യെസ് കൊടുത്ത് അടച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ അല്ലെങ്കിൽ അവിടെ നോ കൊടുത്തതിന് ശേഷം ആരുടെ പേരിലാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേ കൊടുക്കുമ്പോൾ നമുക്കിവിടെ എത്ര രൂപയാണോ അടയ്ക്കേണ്ടത് അതവിടെ കാണിക്കും. അവിടെ ഭൂമിയുടെ ഡീറ്റെയിൽസും കാണിക്കും, ലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക്, തണ്ടപ്പേര് നമ്പർ, സർവേ നമ്പർ, ഭൂമിയുടെ അളവ് ഇതെല്ലാം അവിടെ കാണിക്കും. അടയ്ക്കേണ്ട തുകയും കാണിക്കും. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നതിൽ കൊടുക്കുക. അപ്പോൾ നേരെ പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്കാണ് പോകുന്നത്. 3 പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാനുള്ളതാണ്. അതിൽ ബാങ്കുകളെല്ലാം കാണിക്കും. സെക്കൻഡ് ഗേറ്റ് വേ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം, കാരണം ഞാൻ കാർഡ് കൊടുത്താണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ GRN ജനറേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ കാർഡാണ് ഞാൻ കൊടുക്കുന്നത്, അതുകൊണ്ട് കാർഡ് സെലക്ട് ചെയ്തു. അതിനകത്ത് നമ്മുടെ കാർഡ് നെയിം, കാർഡ് നമ്പർ, അതുപോലെ കാർഡിൻ്റെ എക്സ്പെരി, മന്ത് ആൻഡ് ഇയർ, CVV നമ്പർ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് ലീക്കാവാതെ സൂക്ഷിക്കണം. അതായത് നമ്മൾ പബ്ലിക്കായിട്ടുള്ളൊരു കമ്പ്യൂട്ടറിൽ നിന്നോ ഇൻ്റർനെറ്റ് കഫേയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിവരങ്ങൾ ലീക്കാവാതെ സൂക്ഷിക്കണം. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ പേ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. അത് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP വരുന്നത്. ആ OTP നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടാക്സ് റെസിപ്റ്റ്. അതായത് നമ്മൾ മറ്റ് എന്ത് ആവശ്യങ്ങൾക്കും എവിടെയും കാണിക്കേണ്ട നമ്മളുടെ നികുതി അടച്ച രസീതി എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇത് ഓൾറെഡി ഡൗൺലോഡായി വന്നിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അതുപോലെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം കൃഷിഭവൻ
തുടങ്ങിയ ആവശ്യങ്ങളിലെല്ലാം ഉപയോഗിക്കാവുന്ന രസീതിയായിട്ട് ഇത് കാണിച്ചാൽ മതി. ഇതിനകത്ത് സൈനിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് ഡിജിറ്റലി ക്രിയേറ്റഡ് ആയതുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ സൈനിൻ്റെ ആവശ്യമില്ല, അതായത് ഒപ്പിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തൊരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് വെച്ചിട്ട് ഇതിൻ്റെ ഓതൻറ്റിസിറ്റി പരിശോധിക്കാൻ കഴിയും എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നികുതി അടച്ച രസീതി അഥവാ ടാക്സ് റെസിപ്റ്റ്. ഇനി ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഇനി പേയ്മെൻറ്റ് ഡ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തവണ ഈ ലാൻഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഡ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. അപ്പോൾ അടുത്ത വർഷം നമുക്ക് അവിടെ ഡ്യൂ കാണിക്കുന്നതിൽ പോയിട്ട് അടച്ചാൽ മതിയാവും, രണ്ടാമത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ട്രാൻസാക്ഷൻസ് എന്നതിൽ പോയി കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ അടച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണും. അവിടെ നിന്ന് ആ റെസിപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് ഈ വിവരം അറിയാത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തിക്കുക, കാരണം അവർക്കും അത് ഉപകാരപ്പെടട്ടെ. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകളുമായി എത്താം എന്ന പ്രതീക്ഷയിൽ നിർത്തട്ടെ. താങ്ക് യു.